എല്ലാവർക്കും ഡിയോടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണല്ലേ. നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയിൽ മെസ്സേജ് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലാണ് മെസ്സേജ്, നമുക്കൊരു ബിസിനസ് ആവശ്യമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു വാട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ ഒരു ഇംഗ്ലീഷ് മെസ്സേജ് വന്നു നിന്നിരിക്കുക, നമുക്കത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കതിന് തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കണമെന്നും ഒരുപാട് ആഗ്രഹം കാണും. അപ്പോൾ എങ്ങനെ അയക്കും? ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. അതിന് ലിങ്ക് ഉണ്ട്, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, പിന്നെ എല്ലാ ആക്സസിബിലിറ്റിയും ഓണാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വായിച്ചു നോക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഐക്കൺ കാണും. ഈ ഐക്കണിൽ റൗണ്ട് ബട്ടണിലുള്ളൊരു ഐക്കൺ കാണും. ഈ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്താൽ മാത്രമേ ഈ ആപ്ലിക്കേഷനിൽ തുടർന്ന് നമുക്ക് വർക്കാവത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇവിടെ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓൺ ആയതിനു ശേഷം ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഏത് ഭാഷയിലാണ് മെസ്സേജ് അയക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുത്തു, എന്നിട്ട് നമ്മുടെ ലാംഗ്വേജ് ഏതാ, മലയാളം ഒന്ന് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഏകദേശം 33ഓളം ലാംഗ്വേജ് ഉണ്ട്. ഈ 33ഓളം ലാംഗ്വേജിലോട്ട് നമുക്ക് മെസ്സേജ് അയക്കാനും നമ്മളുടെ മെസ്സേജ് ആ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്കിവിടെ സാധിക്കും. മലയാളം കൊടുത്തു. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ വാട്സാപ്പിലോ ഏതിൽ വേണം പോകാം. വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയാൽ പോലും നമുക്ക് ഇതുപയോഗിച്ച് നമ്മളുടെ മലയാളത്തിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലോട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മലയാളത്തിലോട്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും സൈഡിലായിട്ട്, നമ്മുടെ ഫോണിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ഐക്കൺ കാണും. ആ ഐക്കൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു സെർച്ച് ബട്ടൺ പോലെ ഒരു ഫയൽ സെർച്ച് ചെയ്യുന്ന ഒരു സിമ്പൽ വരും. ആ സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് ഏതാണോ കൺവേർട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ അടുത്തോട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെറുതായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹലോ നീ എവിടെയാണ്, വേറെ അറിയുന്നുള്ളത് മാറി ഹലോ നീ എവിടെയാണെന്നായിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്കൊരു വലിയ സെൻറ്റൻസും ഇതേപോലെ ഒരു വലിയ സെൻറ്റൻസ് എങ്ങനെ വായിക്കാൻ നോക്കാം. അതും അതേപോലെ തന്നെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് മലയാളത്തിലോട്ടായി വന്നത് കാണാം. ഇനി നമുക്ക് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോട്ട് തർജ്ജിമ ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയും എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നീ എവിടെയാണ് മെസ്സേജ് അയക്കുകയാണ് മലയാളത്തിൽ. ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലാക്കാൻ നോക്കാം. നേരത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ടോപ്പിൽ കൊണ്ട് വെച്ചാൽ മാത്രം മതിയാകും. വേറെ അറിയുന്നതായി. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ അധികം വലിയ പരസ്യമൊന്നുമില്ല. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സ്നാപ് ട്രാൻസ് എന്നാണ് പേര്. അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.